हरे कृष्णा सर्वं कृष्णार्पणमस्तु प्रभात की जय गुरु महाराज की जय राधा പവനപ്രേഷൻ की जय ഗുരുവായൂർ മഞ്ജരീസിൻ്റെ കർക്കിടക വാവുബലിയോടനുബന്ധിച്ചിട്ടുള്ള അന്നദാനം സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് ഇപ്പോൾ നമ്മൾ 108 പേർക്കാണ് രാവിലത്തെ പ്രഭാത ഭക്ഷണം കൊടുക്കുന്നത്. ഉച്ചയ്ക്കും 108 പേർക്ക് കൊടുക്കുന്നു. നാളെയും ഇതുപോലെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ 501 പേർക്കാണ് കർക്കിടക വാവുബലിയോടനുബന്ധിച്ച് ഫുഡ് കൊടുക്കുന്നത്. വലിയൊരു മഹത്തായ അച്ചീവ്മെൻ്റ് തന്നെയാണ് മഞ്ജരീസ് തവണ ഈ ഒരു അന്നദാനത്തിലൂടെ നടത്തുന്നത്. കാരണം ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു എനിക്ക് ഒരു 500 അല്ലെങ്കിൽ ഒരു 1000 ഭക്ഷണം കൊടുക്കണം എന്നുള്ളത്. അത് ഭഗവാൻ സാധിപ്പിച്ച് തന്നു. ഹരേ കൃഷ്ണ. ഇനി വൈകാതെ നമ്മൾ 1001 ഭക്ഷണം കൊടുക്കും. എത്രത്തോളം ഭക്ഷണം പാവങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുമോ അത്രത്തോളം നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ മഞ്ജരീസിലൂടെ അന്നദാനം കൊടുക്കുമ്പോഴൊരു പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ മഞ്ജരീസ് ലൈവ് ഇടാതെ അന്നദാനം കൊടുക്കില്ല. പലരും പറഞ്ഞു പബ്ലിസിറ്റിക്കാണ് അതാണ് ഇതാണെന്ന്. ഇല്ലയെന്ന് പറയുന്നില്ല, അതൊരു സത്യം തന്നെയാണ്. കാരണം നമ്മൾ പബ്ലിസിറ്റി ചെയ്ത് അന്നദാനം കൊടുത്താലേ നമുക്ക് കൂടുതൽ കൊടുക്കാൻ പറ്റും. ഒന്നത്. രണ്ടാമത്തത് എന്താണ്, അന്നദാനം കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലുണ്ടാവില്ലേക്ക. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ എന്താ പറയുക, അന്നദാനം കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആളുകളെ വിളിച്ച് അറിയിക്കും ഇന്ന് നിങ്ങളുടെ അന്നദാനമാണ് എന്ന് നമ്മൾ വിളിച്ച് റിമൈൻഡ് ചെയ്തിട്ടേ അന്നദാനം കൊടുക്കാറുള്ളൂ. പിന്നെ നമ്മൾ ആരൊക്കെയാണോ അന്നദാനം കൊടുക്കുന്നത് അവരുടെ പേര് വിവരങ്ങൾ നമ്മുടെ ഗ്രൂപ്പിലും നമ്മുടെ ലൈവ് ഫേസ്ബുക്ക് പേജിലും നമ്മൾ പോസ്റ്റ് ചെയ്യും. എന്നിട്ടാണ് അന്നദാനം കൊടുക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടാണ് കൊടുക്കുന്നത്. ഒരുപാട് അന്നദാനങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ ആരുടെയൊക്കെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ റിമൈൻഡ് ചെയ്യും. അതായത് ഞങ്ങൾ ഇന്ന ദിവസം തന്നിരുന്നു, കൊടുത്ത് കണ്ടില്ല എന്ന് പറയും. അതിനു വേണ്ടി അതൊരു വലിയൊരു കാര്യമാണ്. കാരണം അതിനു വേണ്ടിയാണ് അവർക്കും ഉറപ്പ് വരണം നമ്മൾ കൊടുത്തു എന്നുള്ളത്. അപ്പോൾ അതിനും കൂടി വേണ്ടിയാണ് നമ്മൾ പേജിലും ഗ്രൂപ്പിലും ഒക്കെ ഇടുന്നതും അവർക്ക് റിമൈൻഡർ കോൾ ചെയ്യുന്നതും. സപ്പോസ് അവർ കോൾ അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ അവർക്ക് വാട്സപ്പ് മെസ്സേജ് കൊടുക്കും. ഇന്ന് നിങ്ങളെ ഏൽപ്പിച്ച ഇന്ന ആളുടെ പേരിലുള്ള അന്നദാനമാണ് എന്ന് പറഞ്ഞ് വാട്സപ്പ് മെസ്സേജുകൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും അവരെ കോൺടാക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഇന്ന് 108 പേർക്ക് നമ്മൾ ഇഡ്ഡലി, വട, സാമ്പാർ, ചട്നി, വെള്ളം എല്ലാം ചേർത്താണ് കൊടുക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ വാവുബലിയോടനുബന്ധിച്ച് ആർക്കെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാം. അത് ഒരുപാട് സന്തോഷമാവും. കാരണം ട്രാൻസ്പോർട്ടേഷൻ മാത്രം കിട്ടിയിട്ടില്ല. ഹരേ കൃഷ്ണ. ഇന്ന് കൊടുക്കുന്നത് എൻ്റെ സ്വന്തം നാട്ടിൽ കോഴിക്കോടാണ്. ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട്. ഞാൻ ജനിച്ച് വളർന്ന എൻ്റെ നാട്ടിൽ ഇതുപോലെ ഒരു സേവനം ചെയ്യാൻ ഭഗവാൻ അനുഗ്രഹം തന്നതിന് ഒത്തിരി സന്തോഷമുണ്ട്. കർക്കിടക വാവുബലിയാണ് ഇന്ന്. അപ്പം ഇന്നേ ദിവസം നമ്മൾ ഇന്നും നാളെയുമായിട്ട് വാവുബലിയോടനുബന്ധിച്ച് കൊടുക്കുകയാണ്. ഇനി ആർക്കെങ്കിലും വാവുബലിയോടനുബന്ധിച്ച് അന്നദാനം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാം. എത്രത്തോളം അന്നദാനം കൊടുക്കുന്നു അത്രത്തോളം നമ്മുടെ കുടുംബജീവിതത്തിനും സർവ്വ ഐശ്വര്യത്തിനും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും ഒക്കെ അതൊരു സപ്പോർട്ടാവും. കാരണം അന്നദാനം മഹാദാനം എന്നാണ്. ഇപ്പോൾ മഞ്ജരീസ് നൽകുന്ന അന്നദാനം മഹാ അന്നദാനമാണ്. ഇന്നും നാളെയുമായിട്ട് 501 പേർക്കാണ്, ഏറ്റവും കുറഞ്ഞത് 501 പേർക്കുള്ള അന്നദാനമാണ് ഇന്നും നാളെയായിട്ട് ചെയ്യുന്നത്. മാക്സിമം എല്ലാവരും ലൈവ് ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ അന്നദാനം രജനി 35 ഇൻഫോം ചെയ്തിരുന്നു, ഫോൺ എടുത്തു അല്ലേ. രാജേഷ് 1 ഇൻഫോം ചെയ്തു, ഫോൺ എടുത്തിട്ടില്ല. ആശ 11 ഫോൺ എടുത്തിട്ടില്ല. സരോജിനി 11 ഫോൺ എടുത്തിട്ടില്ല. ആതിര ആര്യ 2 ഫോൺ എടുത്തിട്ടില്ല. മെസ്സേജ് ഇട്ടിട്ടുണ്ട് അവർക്കൊക്കെ. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ഇപ്പോൾ എത്രയാണെന്ന് എനിക്കറിയില്ല മാതാജി. നമുക്ക് ലാസ്റ്റ് ചോദിക്കാം അദ്ദേഹത്തോട്, മൊത്തം കൊടുത്ത് കഴിഞ്ഞിട്ട് ചോദിക്കാം കേട്ടോ. ഞാൻ ഇത്രയെന്ന് പറഞ്ഞ് വാങ്ങുമ്പോൾ അത് ശരിയായില്ലെങ്കിലും കൂടി പോയാലും അത് പറ്റില്ല. മോനെ വെള്ളം എടുത്തു കൊടുക്കും വിഷ്ണു. ബാക്കിൽ നിന്ന് വെള്ളം ആരാ ഉള്ളത്? കുറച്ച് ബാക്കിലേക്ക് ആക്കട്ടെ അവരെ കാണാൻ പാകത്തിൽ. ജാനകി അമ്മ 10, അനിത ജാനകി അമ്മ ഫോൺ എടുത്തിട്ടില്ല. അനിത 11 ജാനകി അമ്മ ഫോൺ എടുത്തു. അനിത 11 ഫോൺ എടുത്തിട്ടില്ല. വിഷ്ണുപ്രിയ ദേവാംഗന 3, ദീക്ഷിത് 1 ഫോൺ എടുത്തിട്ടില്ല. ജയകൃഷ്ണൻ രാധാകൃഷ്ണൻ 3 ഫോൺ എടുത്തിട്ടില്ല. മുരളീധരൻ 6, ഷീബ 3 ഫോൺ എടുത്തിട്ടില്ല. കൃഷ്ണ 2. പിന്നെ അവർ തന്നെ ശ്രീലതയുടെയും വിനോദിൻ്റെയും പേരിൽ തന്നിട്ടുണ്ട്. അതിപ്പോൾ കൊടുക്കുന്നില്ല, നാളെയാണ് കൊടുക്കുന്നത്. ശോഭന 3 ഫോൺ എടുത്തിട്ടില്ല. അഖിൽ ഉദയഭാനു 2, മിഥുൻ കൃഷ്ണ 1, സൗമ്യ മോഹൻ 2, ദേവി കൃഷ്ണ 1. അങ്ങനെ ഇന്ന് 108 പേരുടെ അന്നദാനം നമ്മൾ കൊടുക്കുകയാണ്. ഓക്കെ, ഹരേ കൃഷ്ണ.
അപ്പോൾ എല്ലാവരും ഹാപ്പിയാണോ മഞ്ചേരീസിൻ്റെ? ഇന്ന് 2 അന്നദാനമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. കാണുക. എവിടെ ഫുഡ് സാപ്പിട്ടുங்க വാങ്ങ കൊടുത്തു ചേട്ടാ. അവങ്ങളെയും കൂട്ടുங்க. വെള്ളം കൊടുത്തു. വെള്ളം വിഷ്ണു കൊടുക്കുന്നു. ദോ വെള്ളം കൊടുക്ക. അണ്ണ 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 ആ വെള്ളം. അമ്പിളി. ഹലോ മാതാജി, ഗുരുവായൂർ മഞ്ചേരീസ് എന്നാണേ. അന്നദാനം ലൈവ് നടന്നുകൊണ്ടിരിക്കുക. വിളിക്കാം കേട്ടോ. വിളിക്കാം. എനിക്കറിയില്ല, അതൊക്കെ ദിവ്യയ്ക്ക് അറിയും. ഇപ്പം ലൈവ് പോയിക്കൊണ്ടിരിക്കുക മാതാജി. വിളിക്കാം കേട്ടോ. നമ്മളിപ്പോൾ 3 പേർക്കുള്ള കൊടുത്തു. വിഷ്ണു ആർക്കോ കൊണ്ടുപോകുന്നുണ്ട്. എന്ത് ദിവ്യ? ഫുഡ് കൊടുക്കും. കൊടുത്തോണ്ടിരിക്കുകയാണ്. ഒരു മിനിറ്റ്, ഇനിയുണ്ട്. ചട്നി കൊടുത്തില്ലല്ലോ. വെള്ളമുണ്ടേ, ഒരു മിനിറ്റ്. വെള്ളമുണ്ട്. ശരി, വേണോ? സാപ്പിടുங்க. കൊടുത്തില്ല. അങ്ങനെ നമ്മൾ 4 പേർക്കാണോ കൊടുത്തത്? ഇവിടെ ഇപ്പം എത്ര എണ്ണം കൊടുത്തു വിഷ്ണു? 4 ആണോ? 5 എണ്ണം കൊടുത്തു. അപ്പുറത്തൊരാൾക്ക് കൊണ്ട് കൊടുത്തില്ല. അങ്ങനെ 5 എണ്ണം കൊടുത്തു. ഇവിടെ ഇനി 103 പേർക്ക്. ഹാപ്പിയാണോ എല്ലാവരും? മഞ്ചേരീസിൻ്റെ വാവ് ബലിയോടനുബന്ധിച്ചിട്ടുള്ള 501 പേരുടെ മഹാ അന്നദാനത്തിൽ നിങ്ങൾ കൗണ്ട് ചെയ്യണം. തെറ്റിപ്പോകരുത് എനിക്ക്. ഓക്കെ, അതിനാണ് ലൈവിൽ നിർത്തിയിരിക്കുന്നത്. 108 എണ്ണം എന്ന് പറഞ്ഞാൽ മാതാജി കറക്റ്റായി എന്ന് പറയണം. അത് കേൾക്കാനല്ലേ ഞാനിരിക്കുന്നത്. എനിക്കതാ സന്തോഷം. 5 പേർക്കായി കേട്ടോ. നീ 103 പേരെ കൗണ്ട് ചെയ്യൂ. ഹരേ കൃഷ്ണ. നമ്മൾ എവിടേക്ക് എത്തുന്നു അവിടെയൊക്കെ അന്നദാനം കൊടുക്കും. തിരുവനന്തപുരത്തെത്തി അവിടെ കൊടുക്കും, കോഴിക്കോട് എത്തിയാൽ അവിടെ കൊടുക്കും, ചെന്നൈയിലെത്തി അവിടെ കൊടുക്കും, ഗുരുവായൂരെത്തി അവിടെ കൊടുക്കും. നമസ്കാരം. ചേട്ടാ കുറച്ച് ബാക്കോട്ട് എടുക്കും. ചേട്ടാ കുറച്ച് ബാക്കോട്ട് എടുക്കും. ഓക്കെ മതി. കൊടുത്താ? ദിവ്യ ഒരെണ്ണല്ലേ കൊടുത്ത? അവിടെ 6 എണ്ണ ഇട്ടോണ്ട്. 6 അന്നദാനമായി. പിന്നെ നമ്മുടെ അമ്പാടി കുറച്ചൊക്കെ ബെറ്ററായി വരുന്നു. ഇന്ന് വീട്ടിലേക്ക് പോവാണ് അമ്പാടി. എന്നിട്ട് ഉടനെ തന്നെ അടുത്ത സെക്ഷന് വേണ്ടി തിരിച്ച് ഹോസ്പിറ്റലൈസ് ആവും. വളരെ സിവിയർ ആയിപ്പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഫിക്സ് വന്നിട്ട്. പക്ഷെ നമ്മൾ അപ്പം തന്നെ യഥാസമയം എത്തിച്ചത് ശരിയായി. അപ്പോൾ അത് ഓക്കെ ആയി. ഇനി എത്രയും പെട്ടെന്ന് തന്നെ EG CT സ്കാനൊക്കെ കഴിഞ്ഞു. അങ്ങനെ കുറേ ടെസ്റ്റുകളൊക്കെ നടത്തി. ഇനി ഉടനെ തന്നെ തിരിച്ച് വീണ്ടും അഡ്മിറ്റ് ആവും. അമ്പാടിയുടെ കാര്യമൊക്കെ ശരിയായി വരുന്നു. പിന്നെ ഇനി സുനിലേട്ടൻ്റെ വീൽ ചെയറിൻ്റെ പൈസ ഇങ്ങനെ കളക്ട് ചെയ്ത് വരുന്നുണ്ട്. അതെടുത്തിട്ട് ഇനി സുനിലേട്ടന് വീൽ ചെയർ വാങ്ങിക്കൊടുക്കണം. അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ 2 പേരുണ്ട്. അതെ, ഇതുവഴിയാണ്. വിഷ്ണു കൊടുക്കും. നിർത്ത്. അമ്മ ഫുഡ് ഒരു മിനിറ്റ്, ഒരു നിമിഷം. അവങ്ങൾക്ക് കൊടുക്കട്ടോ. തരാം. ഒരു സെറ്റും കൂടി വേണം. ഒരു വെള്ളം തരാം. இது அவங்களுக்கு கொடுங்க. அவங்கள கூப்பிடுங்க. நீங்க வாங்க.
ஒரு செட்டு தான். தள்ளுங்க தள்ளுங்க அம்மா, தள்ளுங்க அம்மா, நீங்கள் தள்ளுங்க அம்மா, நீங்கள் தள்ளுங்க. ஐயையோ சாமி, வெள்ளம் കൊടുത്തു. ആ അത് കീഴെ വെച്ചിക്കോ. ഹരേ കൃഷ്ണ. പോവാം കൊടുത്തു. ഇവിടെ ഇപ്പം എത്ര എണ്ണം കൊടുത്തു? 4 എണ്ണം. ഇതാ 4 എണ്ണം കൊടുത്തു. അപ്പോൾ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മളിനി ലഞ്ച് തുടങ്ങും. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും തുടങ്ങും. അപ്പോൾ ഹരേ കൃഷ്ണ. നമ്മൾ ഗുരുവായൂർ മഞ്ചരീസിലൂടെ കർക്കിടക വാവുബലി പ്രമാണിച്ച് 501 ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 501 പേര് തെരുവിൽ ഭക്ഷണം കഴിക്കണം. ഇതോ 2 പേര് ഇല്ല, ആ പുള്ളിക്കാരൻ്റെ കയ്യിൽ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇല്ല. ഫുഡ് വേണമെന്ന് ചോദിച്ചിട്ട് കൊടുക്കണേ. കൊടുക്ക്. ഒരു ഇതിന്ന് എടുക്കണം പറഞ്ഞു. വെള്ളം കൊടുക്ക്. വെള്ളം വെള്ളം 2 എണ്ണം കൊടുത്തു. ഇവിടെ ഇനി അടുത്ത ആൾക്കാരെ നമുക്ക് തേടാം. 501 പട്ടിണി പാവങ്ങൾ മഞ്ചരീസിലൂടെ ഇന്നേ ദിവസം ഫുഡ് കഴിക്കുകയാണ്. ഇതിൻ്റെ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് പിതൃക്കളുടെ ഒരു അനുഗ്രഹം ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഉണ്ടാവും, യാതൊരു സംശയവും ഇല്ല. ഇന്നേ ദിവസവും ഇന്നും നാളെയൊക്കെ അന്നദാനം കൊടുക്കുന്നവർക്ക് വെള്ളം കൊടുത്തോ മോനെ. പിതൃക്കളുടെ ഒരു വലിയ അനുഗ്രഹം ഉണ്ടാവും. കാരണം അന്നദാനം മഹാദാനമാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ എല്ലാവരെ പോലെയും കുറച്ച് ഫോട്ടോസ് എടുത്ത് പോസ്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമല്ല. ഞാൻ ലൈവ് ഇട്ടാണ് നിങ്ങൾക്ക് അന്നദാനം കാണിച്ചു തരുന്നത്. കാരണം നമ്മൾ ഒരുമിച്ചാണ് കൊടുക്കുന്നത്, മനസ്സിലായില്ലേ? അതാണ് അതിൻ്റെ പ്രത്യേകത. മഞ്ചരീസിൽ കൊടുക്കുമ്പോൾ നമ്മൾ ഒരുമിച്ചാണ് ഫുഡ് കൊടുക്കുന്നത്. ലൈവ് ഇട്ടിട്ടില്ലേ നിങ്ങൾ ഉറപ്പിക്കണം നിങ്ങളുടെ അന്നദാനം കൊടുത്തിട്ടില്ല. കോള് വന്നിട്ടില്ലേ നിങ്ങൾക്ക് മനസ്സിലാവണം ആ മാതാജി വിളിച്ചിട്ടില്ല, അപ്പം ഞങ്ങളുടെ അന്നദാനം കൊടുത്തിട്ടില്ല എന്ന് ഉറപ്പിക്കണം. ഓക്കെ, ലൈവ് ഇട്ട് നിങ്ങൾക്ക് കോള് വന്ന് നിങ്ങളുടെ പേര് വിളിച്ചു പറഞ്ഞ് നിങ്ങളുടെ പേര് നമ്മുടെ പേജിലോ ഗ്രൂപ്പിലോ പോസ്റ്റ് ചെയ്താൽ മാത്രമാണ് നിങ്ങളുടെ അന്നദാനം കൊടുത്തു എന്ന് കൺഫേം ആവുന്നത്. അതർവൈസ് കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ അത്രയും ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് മഞ്ചരീസിലൂടെ നമ്മൾ അന്നദാനം കൊടുക്കുന്നത്. നമ്മൾ ഒരുമിച്ചാണ് കൊടുക്കുന്നത് അന്നദാനം. അപ്പോൾ ഇന്നത്തെ ദിവസം വളരെ പ്രത്യേകതയുള്ള ദിവസമാണ്. കാരണം കർക്കിടക വാവുബലിയാണ്. പിതൃക്കളെ സ്മരിക്കാൻ നമ്മൾക്ക് കിട്ടിയ ഏറ്റവും നല്ല അനുഗ്രഹമാണ്. വേണമെന്ന് ചോദിച്ചു, പണിക്കാനാണ് വേണമെന്ന് വെച്ചാൽ കൊടുത്തേക്കാം. അവർ ഈ വേറെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്ന് ഇരിക്കുന്നവരല്ലേ, കഴിച്ചു അല്ലേ, ഭക്ഷണമല്ലേ, ബ്രേക്ക്ഫാസ്റ്റ് മനുഷ്യന്മാർക്ക് കൊടുക്കണം. കൂട്ടത്തിൽ ഏതെങ്കിലും പാവപ്പെട്ട മൃഗങ്ങളെ കണ്ടാൽ നമ്മൾ അവർക്കും ഭക്ഷണം കൊടുക്കും. വിശന്നിരിക്കുന്നവരാണ്, ഫുഡ് വേണമെന്ന് വയ്ക്കും. ചാവൽ കടി അല്ല, അയ്യോ അത് മോരുകറിയും ചോറുമാണ്. ഖാന ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട. ആ ശരി, അപ്പോൾ ഓടിയൊന്ന് വെള്ളം കൊടുക്കും മോനെ, വെള്ളം കൊടുക്കും. ദിവ്യ വെള്ളം കൊടുക്കും. വെള്ളം കൊടുത്ത് ഇതിൽ നിന്നൊന്നും എടുത്തോ. ഇനിയുണ്ടോ? കഴിഞ്ഞോ? വെള്ളം കൊടുത്തില്ലേ? അപ്പം നമ്മുടെ മഞ്ചരീസിലൂടെ അന്നദാനം കൊടുക്കുമ്പം നമ്മൾ ഒരുമിച്ച് കൊടുക്കുന്ന ഒരു ഫീലാണ് നമുക്കല്ലേ. ഫീലല്ല, നമ്മൾ ഒരുമിച്ചാണ് കൊടുക്കണേ. ഇന്നേ ദിവസം അന്നദാനം കൊടുക്കാൻ ഇന്നും നാളെയും സാധിക്കുക എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമാണ്. ഒരിക്കലും നമുക്ക് ഇതുപോലെ ഒരു അനുഗ്രഹം വേറെ കിട്ടില്ല. കാരണം ഇന്ന് നമ്മൾ പിതൃക്കൾക്ക് ശ്രാദ്ധം കൂട്ടുന്ന ദിവസമാണ് ഇന്നും നാളെയും. അപ്പം അതേപോലെ നമ്മൾ തെരുവിൽ കിടക്കുന്ന അനാഥരായിരിക്കുന്ന ആളുകൾക്ക് കൊടുക്കുക എന്ന് പറയുന്ന വലിയ കാര്യമാണ്. അമറെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നു. അമറിനെ
ഞാൻ പ്രതീക്ഷിച്ചു ഇന്നേ ദിവസം അമർ ഉണ്ടാവുന്നു, പക്ഷേ പാവ അതിൻ്റെ ജോലി കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് വരാൻ പറ്റാത്തത്. സാരമില്ല, ചേച്ചി ഉണ്ട്, 2-3 ദിവസം കൂടെ ഇവിടെ ഉണ്ട്. മോൻ വരുവാണെങ്കിൽ ജോലി തീർത്തിട്ട് വരികയാണെങ്കിൽ പോകുന്നതിൻ്റെ മുമ്പേ കാണാം. ഞങ്ങൾ നെയ്ബേഴ്സാണ്, ഞാനും അമറും. അപ്പോൾ അവൻ വീട്ടിലില്ല, അതുകൊണ്ടാണ്. അപ്പം ഇവിടെ ഉണ്ട്, കോഴിക്കോട് ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ വല്യങ്ങാടിയിൽ അമറെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വെച്ചിട്ടാണ് ഇന്ത്യൻ റുപ്പിയൊക്കെ ഷൂട്ട് ചെയ്തത്. ഇന്ത്യൻ റുപ്പി, വല്യങ്ങാടി, മാർക്കറ്റ്, അങ്ങനെ കുറേ പടങ്ങൾ ഷൂട്ട് ചെയ്തത് ഇവിടെ വെച്ചാണ്, ഈ ഏരിയയിൽ വെച്ചിട്ടാണ്. ഇതിപ്പോൾ സൺഡേ ആയതുകൊണ്ടാണ് ക്ലോസ് ആയിട്ടിരിക്കുന്നത്. ലോറി കാണുമ്പോൾ ഇപ്പോൾ വല്ലാത്തൊരു ഫീലാണ്. കാരണം നമ്മുടെ അർജുൻ, അതാലോചിക്കുമ്പോൾ ബിനുചേട്ടനാണ്, അമ്പാടിയുടെ അച്ഛനാണ്. ബിനുചേട്ടാ, ഹരേ കൃഷ്ണ. പറയൂ ബിനുചേട്ടാ, പറയൂ. ഞാൻ അന്നദാനം കൊടുത്തോണ്ടിരിക്കുകയാണ്. കുഴപ്പമില്ല, പറഞ്ഞോ. അല്ലല്ല, ആണോ? ഡിസ്ചാർജ് ആയോ? ഓക്കെ. ഇനിയിപ്പോൾ അടുത്ത ദിവസം എന്താ പറഞ്ഞിരിക്കണേ? ആയിക്കോട്ടെ. മരുന്ന് വാങ്ങണ്ടേ നമുക്ക്? ആണല്ലേ? ഉണ്ട്. ശരി, അപ്പം ഞാൻ ഒരു 2 ദിവസത്തിനുള്ളിൽ അങ്ങോട്ട് വരാം. എന്നിട്ട് നമുക്ക് നേരിട്ട് കാണാം. എന്നാൽ ഓക്കെ. വീട്ടിൽ സാധനങ്ങളുണ്ടോ? ഭക്ഷണ സാധനങ്ങളുണ്ടോ? ഒന്നും മേടിച്ചില്ല. ആയിക്കോട്ടെ, ഒരു കാര്യം ചെയ്യും, ബിൻചേട്ടൻ ഇറങ്ങിക്കോ, ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിക്കോ. വീട്ടിലെത്തുമ്പോഴേക്ക് ഞാനത് അറേഞ്ച് ചെയ്തോളാം. ഫുഡിനുള്ള കാര്യം ചെയ്തോളാം കേട്ടോ. വീട്ടിലേക്ക് പൊക്കോളൂ കേട്ടോ. ശരി, ഓക്കെ ബിൻചേട്ടാ, എന്നാൽ ശരി. ചേട്ടാ ചേട്ടാ, അപ്പോൾ നമ്മുടെ അമ്പാടി ഫിക്സ് കൂടി സിവിയറായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. എമർജൻസി ആയിട്ട് ഒരു ദിവസം രാത്രി ഞാൻ എത്തിച്ചതാണ്. എല്ലാം ഓക്കെ ആക്കി, എല്ലാ ടെസ്റ്റുകളും നടത്തി ഡിസ്ചാർജായി വീട്ടിലേക്ക് പോകുന്നു. അവർ പാല് കറന്ന് വിറ്റിട്ടൊക്കെയാണ് ഉപജീവനം നടത്തുന്നത്. ഇപ്പോൾ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ ഇപ്പം നമ്മൾ അന്നദാനം കഴിയുമ്പോഴത്തേക്ക് അവിടെ വിളിച്ച് പറഞ്ഞ് എല്ലാം റെഡിയാക്കി സെറ്റാക്കി കൊടുക്കും. ഇനിയിപ്പം ഒരാഴ്ചത്തേക്കുള്ള മരുന്ന് അവിടെ പറഞ്ഞ് ഏൽപ്പിച്ചു എന്ന് പറഞ്ഞു, അതും വാങ്ങിച്ചു കൊടുക്കും. അതോടുകൂടി നമ്മുടെ അമ്പാടി ജീവിതത്തിലേക്ക് ഇങ്ങനെ കാലെടുത്ത് വെക്കുകയാണ്. അമ്പാടിക്ക് ഇനിയും ചികിത്സയ്ക്കായിട്ട് ഒരുപാട് പൈസ ആവശ്യമുണ്ട്. സാധിക്കുന്നവർ തന്നാൽ ഒരുപാട് സന്തോഷം. ആ കുടുംബത്തെ നമുക്ക് കരകയറ്റാം. കോഴിക്കോട് ബീച്ചാണ് കേട്ടോ, കാണില്ല ശരിക്കും അല്ലേ? ഐ ലവ് കോഴിക്കോട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് കോഴിക്കോട് ബീച്ച്. നമസ്തേ. നമ്മുടെ കോഴിക്കോട് കൃഷ്ണ. വലിയ ബീച്ചാണ്, നല്ല വെറൈറ്റി ഫുഡ് കിട്ടും. ഐ ലവ് കോഴിക്കോട്. ഒത്തിരി ഉണ്ട്, വലിയ ബീച്ചാണ്. കോഴിക്കോട് ഉണ്ടല്ലോ. ഞാൻ ബീച്ചിൽ തന്നെ നിങ്ങൾക്ക് എന്താ പറയുക, നമുക്ക് ലൈവ് സെപ്പറേറ്റ് ആയിട്ട് ഒരു ബീച്ച് ലൈവ് തന്നെ ഇട്ട് കാണിച്ചു തരാം. ഓക്കെ. ഇവിടെ ഒത്തിരി ഉപ്പിലിട്ടതൊക്കെ തിന്നാൻ കിട്ടും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും വരക്കൽ അമ്പലത്തിൽ പോണം മോനെ. ഉണ്ടോ? കൊടുക്കാം ഏഷോട്ടെ. വരക്കൽ അമ്പലത്തിൽ പോണം മോനെ, വൈകിട്ട് പോകാമെന്ന് ഓർത്തു.
നീ കൂടെ വരികയാണെങ്കിൽ നമുക്ക് പോകാമായിരുന്നു. വരയ്ക്കലും വളയനാടൊക്കെ പോകായിരുന്നു. വളയനാട് ഞാൻ പോയി, വളയനാട് ഹനുമാൻ കോവിലൊക്കെ പോയി. നീയും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വരയ്ക്കലൊക്കെ പോകാമായിരുന്നു. സാറിൻ്റെ മോനെ കുറച്ച് ബാക്കോട്ട് ഇരുന്നേരാ. വിഷ്ണു എങ്ങനെയുണ്ട്? അങ്ങോട്ട് ഇറങ്ങി പോകണമെന്നുണ്ട്, പക്ഷേ ഇവിടെ ഭക്ഷണപ്പൊതികൾ വെച്ചത് കൊണ്ടാണ് എനിക്ക് ഇറങ്ങാൻ പറ്റാത്തത്. ഇതൊക്കെ സങ്കടമാണ്. രാവിലെ തന്നെ, അതെ, നമ്മുടെ കോഴിക്കോട്. ഇതാണ്, ഇതെന്തായിരുന്നു നമ്മുടെ ബീച്ച് ഹോസ്പിറ്റല്. ബീച്ച് ഹോസ്പിറ്റല് കണ്ടോ? കോഴിക്കോട് ആകാശവാണിയാണ് കാണുന്നത്. ഇനിയൊരു കാര്യം അറിയോ, നല്ല ക്ലീൻ സിറ്റിക്കുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട് ഞങ്ങളുടെ സിറ്റിക്ക്. ഞങ്ങൾ വേസ്റ്റ് ഒന്നും റോട്ടിൽ കളയില്ല. കൊടുത്താ? അയ്യോ, ഒരാൾക്ക് കൊടുത്തു, ഞാൻ കണ്ടില്ല. അതെ, നമ്മുടെ കോഴിക്കോട്. ഞങ്ങൾ കോഴിക്കോട്ടുകാരുടെ ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ട്. മോനെ ഇങ്ങോട്ട് വന്ന് വാങ്ങിക്കാൻ പറയൂ, ഇങ്ങോട്ട് നിന്ന് വാങ്ങാൻ പറയൂ. നീ എന്നാടാ ബസ്സുകാർ തട്ടി വിളിക്കുന്ന പോലെ തട്ടിക്കൊണ്ടിരിക്കണം? മഴയൊന്നുമില്ല, നല്ല മഴയായിരുന്നു. ഹലോ, പറ പറ പറ. ഇനിയുണ്ടോ ആൾക്കാരുണ്ടോ? നമ്മുടെ ഓട്ടോ ചേട്ടൻ ഷമീർക്ക എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. ഗർഭിണിയാണ്. ആ ചേച്ചി ഗർഭിണിയാണ്. ഇനിയുണ്ടോ? വരുന്നുണ്ട്. ഇനിയുണ്ടോ? और एक दे दो। मेरा भाई चाय लेने के। हाँ ठीक है ठीक है। आपकी भी सोच से जगह को। കുട്ടിക്ക് കൊടുക്കാം, കുട്ടിക്ക് കൊടുക്കാം. രണ്ടെണ്ണം കൈ താഴ്ത്തി കൊടുക്കൂ ദിവ്യ. ബേട്ടാ हाय बोलो, हाय.
അച്ചോടേ ഇവരും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തുള്ളവർ തന്നെയാണ്. എല്ലാവരും കഴിക്കണം. പാവം. നമ്മള് ഒരുപാട് പേർക്ക് കൊടുക്കുന്നുണ്ട്, ഒത്തിരി പേർക്ക്. എല്ലാവരും പറ്റും. ജാതി മത ഭേദമന്യേ മഞ്ജരീസിലൂടെ പണമുള്ളവനെന്നോ പണം ഇല്ലാത്തവനെന്നോ ഏത് ജാതിയിൽപ്പെട്ടവനെന്നോ ഏത് മതത്തിൽപ്പെട്ടവനെന്നോ ഏത് കുലത്തിൽപ്പെട്ടവനെന്നോ ഒന്നും വിഷയമില്ല. വിശക്കുന്നുണ്ടോ അവന് ഭക്ഷണമുണ്ട്, അതാരായാലും ശരി അല്ലേ? താങ്ക് യു സിന്ധു മാതാജി. അത് ഫോൺ വിളിച്ച് എടുക്കാതെ ഇപ്പം ഞാൻ മെസ്സേജ് പോസ്റ്റ് ചെയ്തതാണ്. ആരാണ്? വേഗം അന്നദാനം കോൺട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ വേഗം തന്നോളൂ കേട്ടോ, പെട്ടെന്ന് തന്നോളൂ. ഇന്നും നാളെയുമായിട്ടാണ് നമ്മൾ 501 പേർക്ക് കൊടുക്കുന്നത്. ഇവിടെയാണ് കോഴിക്കോട് ബീച്ചിൽ മലബാർ മഹോത്സവം നടക്കുന്നത്. കണ്ടോ ഒരു സ്റ്റേജ് കെട്ടിവെച്ചത്. ഇവിടെ വരാത്ത കലാകാരന്മാരാരും ഇല്ല കേട്ടോ. വയനാട്ടിലേക്ക് കൊടുക്കാം, ഇപ്പോഴല്ല, കുറച്ച് സമയത്ത്. ഇപ്പം ലോകമെമ്പാടുമുള്ള എല്ലാവരും ഭക്ഷണവും വസ്ത്രവും അതും ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. കൊടുക്കട്ടെ? ആയിട്ടില്ല. സത്യം, ഗൾഫിലെ തേൻ കഴിക്കണ കോഴിക്കോട്. അതാണ് നമ്മൾ കോഴിക്കോട്. ഞങ്ങൾ കോഴിക്കോട്ടുകാർ ഭയങ്കര സ്നേഹമുള്ളവരാണ് കേട്ടോ. ഭയങ്കര ഐക്യമുള്ളവരാണ്, സ്നേഹമുള്ളവരാണ്. ഞങ്ങൾ കോഴിക്കോട്ടുകാർ ആതിഥേയ മര്യാദയുള്ളവരാണ്, നന്നായി കുക്ക് ചെയ്യുന്നവരാണ്. തൃശ്ശൂരൊന്നും കൊള്ളില്ല. അയ്യോ അല്ലേ സുഖില മാതാജി? നമ്മളെ കോഴിക്കോട്ടുകാരെ പറയാൻ നമ്മൾ സമ്മതിക്കില്ലല്ലോ. ഇവിടെ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, ഒത്തിരി സൗഹൃദങ്ങളുള്ള നാടാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സ്ഥലമാണ് കോഴിക്കോട്, എറണാകുളം. ഇതൊക്കെ എൻ്റെ ആത്മാവിനോട് ഞാൻ ചേർത്ത് വെച്ച സ്ഥലങ്ങളാണ്. പിന്നെ തിരുവനന്തപുരം എനിക്ക് അതിലേറെ പ്രിയപ്പെട്ടതാണ്. കാരണം എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ടവരുള്ള സ്ഥലമാണ്. ഇതേ ഒരു ചേട്ടനിരിക്കുന്നു, വേണ്ടേ? വെള്ളം കൊടു. വേണ്ട, കഴിച്ചു കാണും, വേണ്ട. ഓ, കണ്ണൂര് ഞങ്ങൾ ആലോചിക്കട്ടെ. സ്നേഹത്തിന്റെ കാര്യത്തിൽ കണ്ണൂർക്കാരും മോശമല്ലാട്ടോ എന്ന് പറയും. ഞങ്ങൾ ആലോചിക്കട്ടെ. ഞങ്ങൾ കോഴിക്കോട്ടുകാർ കഴിഞ്ഞിട്ടേ ഉള്ളൂ. പിന്നെന്താ, ആലപ്പുഴയും ഇഷ്ടമാണ്. ആലപ്പുഴയിൽ എനിക്ക് ബോട്ടിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പോയിട്ടുണ്ട്. കോട്ടയം ഇഷ്ടമാണ്. ഈശ്വര, കേരളം ഭയങ്കര ഇഷ്ടമാണ്. അതന്നെ, ഞങ്ങൾ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും കാര്യത്തിൽ ഒട്ടും പിന്നോട്ടല്ല. മിക്കവാറും ഇപ്പം ലൈവിൽ അടിയാവും. മാതാജി ഞങ്ങളുടെ വരൂ. വെസ്റ്റിയിൽ ഞാൻ NCCയിലൊക്കെ ഉണ്ടാവുന്ന സമയത്ത് അവിടെ വെസ്റ്റിയിലായിരുന്നു നമ്മുടെ 9 കേരള ഗേൾസ് ബറ്റാലിയൻ NCC ഒക്കെ. അപ്പോൾ A സർട്ടിഫിക്കറ്റ് അത് ഇത് പരേഡൊക്കെ അവിടെയായിരുന്നു. ഇതാ തന്നേക്ക്. അതൊക്കെ എടുത്ത് കളയും, അതൊക്കെ എടുത്ത് അങ്ങോട്ട് കളയാൻ. അതെ, കൊടുക്ക്.
മിണ്ടാതിരിക്കുന്നേ? നമ്മൾ കോട്ടയംകാരും മോശമല്ലേന്ന്, മോശമല്ലാന്ന് ദീപാചന്ദ്രൻ. എനിക്ക് തോന്നിയില്ലല്ലോ. ദിവ്യേന്റെ സ്വഭാവം വെച്ച് നമുക്ക് തോന്നിയില്ല അല്ലേ വിഷ്ണു? കോട്ടയംകാരാ അത്രയ്ക്ക് അങ്ങ് പോരാ. അയ്യോ വേണ്ട. ആര്? പുലിക്കളിയാ? അളിയൻ സഞ്ജുവിന്റെ ഷർട്ടൊക്കെ എടുത്തിട്ട് നടപ്പുണ്ട് കണ്ടാ. ഇപ്പൊ ഫുൾ സ്റ്റൈലായി. ഇവിടെ സഞ്ജു വന്നപ്പോഴത്തേക്ക് വിഷ്ണു വന്നു പറഞ്ഞപ്പോൾ സഞ്ജു ബാംഗ്ലൂരിൽ നിന്ന് കള്ളപ്പനിയും പറഞ്ഞു വന്നു. എന്നിട്ട് ഇന്നലെ ഞാൻ കയറ്റി വിട്ടു സഞ്ജുവിനെ. ദേ ഉഷാദേവി മാതാജി, തൃശ്ശൂർ എല്ലാവർക്കും ഇഷ്ടമുള്ള സ്ഥലമാണ് കേട്ടോ. ഓ ശരി ശരി ശരി. അക്ഷരനഗരിയാണെന്ന് കോട്ടയം. ഞങ്ങൾ കോഴിക്കോട്ടുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകരം വയ്ക്കാനില്ലാത്ത സ്നേഹത്തിൻ്റെ ഉടമകളാണ്. ആതിഥേയ മര്യാദയുള്ളവരാണ്. എന്താ പറയുക, ഒരുപാട് വെറൈറ്റി ഫുഡുള്ളവരാണ്. മതസൗഹാർദ്ദം കാത്തു സൂക്ഷിക്കുന്നവരാണ്. അതുപോലെ ഏതുള്ളവനും ഇല്ലാത്തവനും കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ ജീവിക്കാം. അങ്ങനെ ഒരുപാട് പ്രത്യേകതയുള്ള സ്ഥലമാണ് കോഴിക്കോട്. ചരിത്രമുറങ്ങുന്ന നാടാണ്. സാമൂതിരി രാജാവിൻ്റെ പല ഓർമ്മകൾ സൂക്ഷിക്കുന്ന നാടാണ് കോഴിക്കോട്. കോഴിക്കോടിനെ പറ്റി പറയുകയാണെങ്കിൽ ഇഷ്ടം പോലെ പറയാനുണ്ട്. അതിന് ഒരു ദിവസം പറഞ്ഞുതരാം കേട്ടോ. റെഡിയാവും. എറണാകുളം മോശമല്ല, ഒരിക്കലല്ല. എന്നെ ഞാനാക്കിയ സ്ഥലമാണ് എറണാകുളം. ഇപ്പൊ തീരുമാനമാവും. അന്നദാനം പറഞ്ഞ് ജില്ലകൾ തമ്മിൽ അടിയാവും മിക്കവാറും. കലാപം സൃഷ്ടിക്കും. അമറേ വിട്ടുകൊടുക്കരുതടാ നമ്മുടെ കോഴിക്കോടിനെ പറ്റി. വേറെ ആരും ഇല്ലേ? വേറെ ജില്ലക്കാരൊന്നും ഇല്ലേ? ഹരേ കൃഷ്ണ. പാലക്കാട് ഇഷ്ടമാണ്. പാലക്കാട് വളരെയേറെ ഇഷ്ടമാണ്. പാലക്കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, അവിടുത്തെ ഭാഷ അതെനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. മാതാജി അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു നീട്ടുന്ന ഭാഷയാണ്. അതെന്ത് അങ്ങനെ പറഞ്ഞ് നമ്മൾ കൊടുത്തില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പണ്ട് കോയമ്പത്തൂർ പഠിക്കുന്ന സമയത്ത് കേരള ഫുഡ് കഴിക്കാൻ വേണ്ടി പാലക്കാട്ടേക്ക് വരുമായിരുന്നു. എനിക്ക് അവിടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഒലവങ്കോട്, പത്തിരിപ്പാലം, ഷൊർണൂർ, ഒറ്റപ്പാലം, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഒത്തിരി സുഹൃത്തുക്കളുണ്ട്. കൊല്ലം ഇഷ്ടമാണ്. തിരുവനന്തപുരം ഇഷ്ടമാണ്. കൊല്ലത്ത് ശൂരനാട് ഒക്കെ ഞാൻ വന്നിട്ടുണ്ട്. നെൽസൺ ചേട്ടൻ്റെ സ്ഥലമല്ലേ. പിന്നെ എവിടെയായിരുന്നു, മുഖത്തല, അവിടെയൊക്കെ വന്നിട്ടുണ്ട്. പലപ്പോഴും പ്രോഗ്രാംസിന് വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്, ചാനൽ പ്രോഗ്രാംസിന്. ഇതാണ് നമ്മുടെ പാരഗൺ ഹോട്ടൽ. നമ്മളുടെ സാൾട്ട് ആൻഡ് പെപ്പർ സിനിമ കണ്ടിട്ടില്ലേ? അതിൽ ഒരു ഇത് ഉണ്ടായിരുന്നില്ലേ? അസ്സലാമു അലൈക്കും. പാരഗൺ ഹോട്ടലാണിത്. സാൾട്ട് ആൻഡ് പെപ്പർ സിനിമയിലൊരു ഭയങ്കര രുചികരമായ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന, പക്ഷേ ഇവിടെ നോൺ വെജ് ആണ്. അത് ഞാൻ പറയാണ്ടിരിക്കുന്നില്ല. ഫുഡ് ഇതോ അപ്പാപ്പന് കൊടുത്തേ വിഷ്ണു. കോഴിക്കോട് പാവങ്ങാട്, കോഴിക്കോട് പ്രഭു. തൊണ്ടയാട് ബൈപ്പാസിലാണ് എൻ്റെ ഫ്ലാറ്റ്, ലാൻഡ്മാർക്കിൽ. മോനെ പതുക്കെ കൊടുക്കണം. ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ്. പാവം ആ പാപ്പൻ ലോട്ടറി വിൽക്കുകയാണല്ലോ എന്ന് ഓർത്തിട്ട് നമ്മൾ കൊടുക്കാണ്ടിരിക്കേണ്ട കേട്ടോ. ഒരു 10 രൂപ കിട്ടാനാണ് ആ പാവങ്ങൾ ആ ലോട്ടറി വിൽക്കുന്നത്. അത് അത്രയും പ്രായമായില്ലേ, ഈ തണുപ്പത്തും മഴയത്തും വന്നിരിക്കല്ലേ, അവർക്കൊക്കെ കൊടുക്കും. ആണോ? അങ്ങനെ നമ്മളുടെ 501 അന്നദാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാഹുബലിയോടനുബന്ധിച്ച് ആർക്കെങ്കിലുമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാം. മാക്സിമം ലൈവ് ഷെയർ ചെയ്യാം. ഞാൻ നോക്കട്ടെ ആരൊക്കെയാണ് മാക്സിമം ലൈവ് ഷെയർ ചെയ്യണേന്ന്. ഇപ്പോൾ നമ്മുടെ ഗാനമഞ്ജരിയൊക്കെ എല്ലാവരും കേൾക്കുന്നില്ലേ? നമ്മുടെ ഗ്രൂപ്പിൽ ഗാനമഞ്ജരി ഇത് കണ്ടോ? ഒരു മിനിറ്റ് കേട്ടാ. ഈ ഒരു ബോർഡ് കണ്ടോ? അവിടെ ഒരു ബോർഡ് വെച്ചത് കണ്ടോ? ഒരു മനുഷ്യൻ സർവ്വലോകങ്ങളും നേടിയിട്ട് അവൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം? ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയം മുതലേ ലൈവിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ, പലപ്പോഴും എന്നെ ചിന്തിപ്പിച്ച ഒരു വേർഡാണത്. എന്താ അങ്ങനെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്നൊക്കെ പറയുന്നത്?
സർവ്വതും നേടിയിട്ട് അപ്പം ആത്മാവ് ആരാ എന്ന് ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചിന്തിച്ചു തുടങ്ങിയതാണ്. പക്ഷേ കാലങ്ങൾ വേണ്ടി വന്നു എന്താണ് ആത്മാവ്, എന്താണ് ശരീരം എന്ന് മനസ്സിലാക്കാൻ. അതിന് ശ്രീല പ്രഭുപാജിയോട് ഞാൻ ഏറെ കടപ്പെട്ടിരിക്കുന്നു, നമ്മുടെ ഗുരുപരമ്പരയോടൊക്കെ. കാരണം ആ ഒരു തത്വം മനസ്സിലാക്കി കഴിഞ്ഞാൽ ജീവിതം പൂർണ്ണമായി, മറ്റൊന്നും മനസ്സിലാക്കേണ്ട. അതാണ് ഞാൻ ഒരുപാട് 1998 മുതൽ ചിന്തിച്ച ഒരു കാര്യം. ആ ഒരു ബോർഡ് അന്നുമുണ്ട് ഇന്നുമുണ്ട് അവിടെ. വളരെ ഡീപ്പായിട്ടുള്ളൊരു വേർഡാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ YMCA ക്രോസ് റോഡിലൂടെ പോവുകയാണ്. ഇവിടെ ആയിരുന്നു എൻ്റെ ഫസ്റ്റ് കരിയർ. ICICI ബാങ്കിൽ വർക്ക് ചെയ്തുകൊണ്ട്, പിന്നെ HDFC ബാങ്ക്, പിന്നെ എന്താ പറയുക, അങ്ങനെ ഒരുപാട് സെക്ഷനിൽ ജോലി ചെയ്തു. ഒരുപാട് മേഖലകളിൽ ജോലി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എക്സ്പീരിയൻസ് ഒരുപാട് മേഖലകളിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താ പറയുക, സെൽഫ് മെയ്ഡായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത്. നമ്മൾ സ്വയം അധ്വാനിച്ച് അച്ഛനെയും അമ്മനെയും ഭർത്താവിനെയും മക്കളെയും ഒന്നും ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മൾ സ്വയം അധ്വാനിച്ച് മുന്നേറുക എന്ന് പറയുന്നതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഞാൻ +2 പഠിക്കുമ്പം ഉച്ചവരെ ക്ലാസ് ഉണ്ടാകുന്ന സമയത്ത് ഒരു അമ്മമ്മയെ നോക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അവർ കോട്ടയംകാരായിരുന്നു. പക്ഷെ എൻ്റെ വീട്ടിലൊന്നും അറിയില്ല, ഞാൻ പറയാതെ പോയതാണ്. അങ്ങനെ എനിക്ക് അവിടെ നിന്ന് കിട്ടിയ പൈസ ഞാൻ കാനറ ബാങ്കിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അന്നേ. അങ്ങനെ അവർ ഇപ്പം ആ അമ്മമ്മ മരിച്ചുപോയി. അവർ ക്രിസ്ത്യൻസ് ആയിരുന്നു. പക്ഷേ അവരുടെ ഹസ്ബൻഡും വൈഫും അഡ്വക്കേറ്റ്സ് ആയിരുന്നു. അവരുമായിട്ട് എനിക്കിപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ട്. അപ്പം ഞാൻ അന്ന് +2-നാണെന്നൊന്നും അവർക്കും അറിയില്ലായിരുന്നു. ഞാനിങ്ങനെ ക്ലാസ് കഴിഞ്ഞ് ചെന്ന് അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്ത് അങ്ങനെയൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ വീട്ടിലറിയില്ലായിരുന്നു. അന്ന് മുതലേ എനിക്ക് ജോലി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, ജോലി ചെയ്യാറുണ്ട്. ഇതാണ് ഞാൻ പറയുന്ന മാവൂർ റോഡുള്ള കോഴിക്കോട് നാഷണൽ ഹോസ്പിറ്റൽ. കേട്ടോ, മാവൂർ റോഡ് എത്തി. മാവൂർ റോഡ് എത്തി, നാഷണൽ ഹോസ്പിറ്റൽ. അവിടെ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് സന്ദീപ് കുഞ്ഞിക്കണ്ണൻ എന്നൊരു ഡോക്ടറുണ്ട്. ആ ഡോക്ടറിന് നല്ല ലിവർ കംപ്ലയിൻസ് അങ്ങനെ എന്തുണ്ടെങ്കിലും അദ്ദേഹം വളരെയധികം നോക്കും. ഇത് കോഴിക്കോട് സാഗർ ഹോട്ടലാണ്, KSRTCയുടെ തൊട്ടടുത്ത്. ഇല്ലേ, കൊടുത്തിട്ടില്ലേ ശ്രീകണ്ഠൻ പ്രഭു? ഞാൻ വരുന്ന സമയത്ത് അങ്ങേ തീർച്ചയായിട്ടും വിളിക്കും, ഉറപ്പായിട്ടും വിളിച്ചു കൊടുക്കും. വരുന്നുണ്ട് അങ്ങോട്ടേക്ക്. ഡേറ്റ് മാത്രം ഒന്ന് ഫിക്സ് ആയിട്ടില്ല, ഉടനെ അറിയിക്കാം. പിന്നെ നമ്മുടെ KSRTCയുടെ അടുത്തൊരു സാഗർ ഹോട്ടലുണ്ട്. KSRTCയുടെ അടുത്തുള്ള സാഗർ എന്ന് പറയണം, മാവൂർ റോഡ്. ഇവിടെ നമുക്കൊരു 12 മണി 11:30 12 12:30 വരെയൊക്കെ ചോറ് കിട്ടും. വെജിറ്റേറിയനും അവൈലബിൾ ആണ്. നൈറ്റ് ചോറ് നിർബന്ധമുള്ളവർക്ക് കോഴിക്കോട് ചോറ് കിട്ടുന്ന ഏക സ്ഥലമാണ്. പിന്നെ KSRTCയും തൊട്ടടുത്താണ്. അതിൻ്റെ തൊട്ടടുത്താണ് നാഷണൽ ഹോസ്പിറ്റൽ. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, കോഴിക്കോട് വരുന്നവർക്ക് വരാം. മാവൂർ റോഡൊക്കെ നല്ല ഹോട്ടൽസൊക്കെ താമസിക്കാൻ കിട്ടും, ചീപ്പ് ആൻഡ് ബെസ്റ്റിൽ. ഇനി എവിടെയും കിട്ടിയിട്ടില്ലെങ്കിൽ എന്നെ വിളിക്കാം, ഫ്ലാറ്റിൽ താമസിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ അന്നദാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. 501 പേരുടെ അന്നദാനം. എത്ര പേര് ലൈവിലുണ്ടെന്ന് എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഇവിടെയൊക്കെ കുറേ പേര് കിടക്കണം. നമ്മുടെ കർക്കിടക വാവുബലിയോട് അനുബന്ധിച്ചാണ് നമ്മൾ ഇന്ന് അന്നദാനം കൊടുക്കുന്നത്. 501 പേർക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അയ്യോ, നാളെ തിരിച്ചു പോവാണോ? ശ്രീകണ്ഠൻ പ്രഭുവിനെ ഒരുപാട് മിസ് ചെയ്യുന്നു. വളരെ നല്ലൊരു ഭക്തനാണ് കേട്ടോ. ഞാൻ ഗുരുവായൂർ വെച്ച് അദ്ദേഹത്തെ കണ്ടിരുന്നു, അദ്ദേഹത്തെയും ഫാമിലിയെയും. അദ്ദേഹത്തിൻ്റെ മോൻ കോഴിക്കോടാണ്, മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലാണ് ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇനിയൊരു മോനുണ്ടായിരുന്നു. ആ കുഞ്ഞ് അത്രയും പുണ്യമായൊരു ആത്മാവായതുകൊണ്ട് ഗുരുവായൂരപ്പൻ നേരത്തെ വിളിച്ച് മടിയിലിരുത്തി. അതിൽ ശരിക്കും ശ്രീകണ്ഠൻ പ്രഭുവിൻ്റെ വൈഫ് ഒരുപാട് അപ്സെറ്റായി, കരകയറാൻ പറ്റാത്ത പോലെ. പക്ഷെ ആ ഒരു മിലിറ്ററി ഓഫീസർ ആ ഒരു ഭാര്യയെ ഹൃദയത്തോടു കൂടി ചേർത്ത് പിടിച്ചു എന്ന് വേണം പറയാൻ. അതിൽ നിന്നാണ് ആ ഒരു സ്ത്രീ എന്ന് ഞാൻ ഒരിക്കലും പറയില്ല, ഒരമ്മ, ആ ഒരു അമ്മ കരകയറിയത്. ആ ചേച്ചി അത്രയും ബോൾഡായിട്ട് കരകയറി വന്നത്. എപ്പോഴും ഒരു ഹസ്ബൻഡിൻ്റെ സാമീപ്യം, ചേർത്ത് പിടിക്കൽ, അവരുടെ സ്നേഹം, കരുതൽ, അത് മതി ഒരു സ്ത്രീക്ക്. അതിൽ 100-ൽ 100 മാർക്ക് എനിക്ക് ശ്രീകണ്ഠൻ പ്രഭുവിന് കൊടുക്കാൻ സാധിച്ചു. ഒന്ന്
അത്രയും ആ ചേച്ചിയുടെ വായിൽ നിന്നും ഞാൻ മനസ്സിലാക്കി. നല്ലൊരു ഫാമിലി. ഒത്തിരി സന്തോഷം തോന്നി അവരെ കണ്ടപ്പോൾ. ഇവിടെ ഇല്ല, ചൂട് ഭയങ്കര ചൂട്. ഇപ്പോൾ സ്റ്റൗവിൽ നിന്ന് എടുത്ത പോലെ ഇരിക്കുന്നു. ഒരാൾക്കൂടെ കൊടുക്കാൻ, ഒരാളൂടെ ഉണ്ടല്ലോ. എന്താ അത്? ചട്നിയാണോ സാമ്പാറാണോ? കൊടുക്കും. താഴെ പോയത് എടുക്കണ്ട. നമ്മൾ പ്ലാസ്റ്റിക് കവറിലിട്ട് കൊടുക്കാത്തത് പ്ലാസ്റ്റിക് നിരോധിക്കണം എന്നുള്ളത് കൊണ്ടാണ്. ദിവ്യ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് വെച്ചിടാം. കെട്ട് പ്ലാസ്റ്റിക് നിരോധിക്കണം എന്നുള്ള ഒരു താല്പര്യം കൊണ്ടാണ് പ്ലാസ്റ്റിക് നമ്മൾ അവോയ്ഡ് ചെയ്തത്. കവറിൽ കൊടുക്കാത്തത്, ക്യാരി ബാഗിൽ കൊടുക്കാത്തത്, ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് കൊടുക്കുന്നത്. ഓക്കെ, എത്ര പേര് ഭക്ഷണം കഴിക്കുന്നു? വാഴലയിൽ വെച്ചിട്ട് ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. പ്ലാസ്റ്റിക് നിരോധിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട്, ഒരു അത്യാവശ്യമായ ഒരു കാര്യമായിരുന്നു കേട്ടോ. നമ്മൾ വാഴലയിലാണ് പൊതിഞ്ഞ് കൊടുക്കുന്നത്, ന്യൂസ് പേപ്പറിൽ വെച്ചിട്ട്, പ്ലാസ്റ്റിക് നിരോധിച്ചുകൊണ്ട്. ഇനി നമ്മൾ പ്ലാസ്റ്റിക്കിൽ ഫുഡ് കൊടുക്കില്ല, ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുക. ഓക്കെ, ഫ്രണ്ട്ലി എൻവയോൺമെൻറ്റ്. പ്ലാസ്റ്റിക്കൊക്കെ മാക്സിമം നമ്മളെല്ലാവരും അവോയ്ഡ് ചെയ്യണം അല്ലേ. കുറച്ച് സമയമെടുക്കും നമ്മളിൽ നിന്ന് അത് മാറിപ്പോകാൻ. കാരണം വിഷ്ണു മുഖം അറിയില്ല. വിഷ്ണു വള്ളിക്കാട് ഞാൻ കേട്ടിട്ടുണ്ട്, വന്നിട്ടില്ല എന്ന് തോന്നുന്നു. നീ അറിയില്ലല്ലോ. ആ ശരി ശരി. ഇനി വേണോ? ആ ഹരേ കൃഷ്ണ. മെഡിക്കൽ കോളേജ് ഭാഗത്ത് ഒരുപാട് പേര് കൊടുക്കാനുണ്ട്. അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്. ഒത്തിരി പേര് മെഡിക്കൽ കോളേജ് പരിസരത്ത് ഇത് കഴിയട്ടെ, മെഡിക്കൽ കോളേജ് ഭാഗത്ത് കൊടുക്കാനുണ്ട്. കഞ്ഞിയായിട്ടും ഡെയിലി അവിടെ ഫുഡ് കോൺട്രിബ്യൂഷൻ പോകുന്നുണ്ട്. എങ്കിലും നമ്മൾ ഈ പരിസരങ്ങളിലെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടേക്ക്, ആ ഭാഗത്തേക്ക് നമ്മൾ പോകും. പോകാതിരിക്കില്ല, തീർച്ചയായിട്ടും പോകും. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന കുറച്ച് ആൾക്കാർക്കൊക്കെ നമ്മൾ കൊടുക്കാം. എല്ലാവർക്കും എത്തിച്ച് കൊടുക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹം കൊണ്ട്. ഫുഡ് വണ്ടിയോ? ഫുഡ് വണ്ടി മാവ് റോഡെത്തി.
പിന്നെ നമ്മുടെ ഇതൊക്കെ എല്ലാവരും കേൾക്കുന്നില്ലേ, ഗാനമഞ്ജരി രാവിലെയും വൈകിട്ടും നമ്മുടെ ഗ്രൂപ്പിൽ ഗാനമഞ്ജരി എന്ന് പറയുന്നൊരു പങ്ക്തി പോകുന്നുണ്ട്. നല്ല ഭക്തിഗാനങ്ങൾ അതിൽ വീഡിയോ ചെയ്തിടുന്നുണ്ട്. അതുപോലെ നമുക്ക് ആയുർമഞ്ജരി പോകുന്നുണ്ട്, ചെറിയ ചെറിയ ടിപ്സുകൾ. ചെറിയ ചെറിയ ടിപ്സുകളായിട്ട് നമ്മൾ ആയുർമഞ്ജരി പോസ്റ്റ് ചെയ്യുന്നുണ്ട്. കഴിയുന്നതും ചെറിയ ചെറിയ വേദനകൾക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, പെയിൻ കില്ലേഴ്സ് അവോയ്ഡ് ചെയ്യാം. ഇങ്ങനെ നമ്മൾ പെയിൻ കില്ലേഴ്സ് കഴിക്കുന്നതാണ് നമുക്ക് പലപ്പോഴും മഹാരോഗങ്ങൾക്ക് കാരണമാകുന്നത്. അപ്പം നമ്മൾ പ്രകൃതിയിലേക്കൊരു മടക്കയാത്ര വളരെ 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 അത്യാവശ്യമാണ്. നമുക്കെല്ലാവർക്കും നല്ല എണ്ണ തേച്ച് കുളിക്കുക, നല്ല വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുക. ചെറിയ ചെറിയ വേദനകൾക്ക്, പല്ലുവേദനയ്ക്ക് പോലും മരവിക്കാൻ പറ്റുന്ന ഇലകളും ഒക്കെ പ്രകൃതിയിൽ തന്നെ ഉണ്ട്. മനുഷ്യന് വേണ്ടി പ്രകൃതി ഒരുക്കിയ വലിയൊരു വിഭവ സമ്പത്ത് തന്നെ നമുക്ക് പ്രകൃതിയിലുണ്ട്. ഇപ്പം പുതിയ സ്റ്റാൻഡ് അവരിനറിയാം അല്ലേ. ഇപ്പം നമ്മുടെ ബേബിയുടെ അവിടെ, ബേബി ഹോസ്പിറ്റലിൻ്റെ അവിടെ. അപ്പോൾ അത് ചേട്ടാ 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 ഫുഡ് അപ്പുറത്തേക്ക് പോരെ വിഷ്ണു. ഒരു മിനിറ്റ് ചേട്ടാ, ഒരു മിനിറ്റ്. അയ്യോ ഒരു മിനിറ്റ്, അങ്ങനെ വാങ്ങിച്ചോണ്ട് അത് അവർക്ക് കൊടുത്തേക്ക്, അവർക്ക് ഓരോരുത്തർക്ക് തരാം. ഇത് പിടിച്ചോ. ഉണ്ട് ഭക്ഷണം ഉണ്ട്. അയ്യോ ഓരോരുത്തർക്കായിട്ട് തരാം, ഒരു സെറ്റായിട്ട് വാങ്ങിക്കും. അപ്പം നിങ്ങൾക്ക് മിസ്സാവില്ല. അത് ഇവിടെ അല്ല ചേട്ടാ, അത് ഇവിടെ കൊടുക്കും. ചട്നിയും കറിയും കൂടിയാ. ആ വെള്ളം കൊടുത്തേ, അപ്പം അവർ പോകും. ഒരു മിനിറ്റ് തരാം. ഒരു മിനിറ്റ് ചേട്ടാ, ഓരോ സെറ്റായിട്ട് കൊടുക്കും. ഒരു ദിവ്യ ഒരു മിനിറ്റ്, സെറ്റ് തരും. ചട്നി എടുത്തേ, ചേട്ടന് കൊടുക്കും. ആ സെറ്റ് കൊടുത്തേ. വെള്ളം ചേട്ടാ, ഈ ചേട്ടനൊരു വെള്ളം കൊടുത്തേ വിഷ്ണു. ഇതൊരു സെറ്റ്. ചേട്ടാ ഒരു മിനിറ്റ് പോലെ അതെവിടെ നിന്ന് എടുത്തതാ വിഷ്ണു? അടുത്ത ബോക്സ് എടുത്തേ, അടുത്ത ബോക്സ് എടുത്തു. ഒരു വെള്ളം വാങ്ങിച്ചു. വെള്ളം കൊടുക്ക് വിഷ്ണു ഈ ചേട്ടന്. ഇപ്പൊ തരാം. ചേട്ടന് വെള്ളമാണോ വേണ്ടേ? ചൂടുണ്ടേ? കിട്ടിയതാ ഫുഡ് കൊടുക്കാം. ഇതേട്ടാ എന്താ ചേട്ടന് ഫുഡ് ദിവ്യേ? ചേട്ടന് ഫുഡാണോ? സെറ്റ് കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയില്ലേ? വെള്ളം വെള്ളതാ. മൂന്ന് ഇഡ്ഡലി ഉണ്ട്. ഇഡ്ഡലി വട ഒക്കെ ഉണ്ട്. ഇഡ്ഡലി വട സാമ്പാർ ചട്നി. അവർ പറയാം ഒരുപാടുണ്ട് കഴിക്കാൻ പറ്റൂല. നല്ല ചൂട് വട, ഇഡ്ഡലി, സാമ്പാർ. അങ്ങോട്ട് വെക്കേ, പൊട്ടിക്കത്. നല്ല ഫുഡല്ലേ ചേട്ടൻ? വാങ്ങിച്ചോ? പൊട്ടിക്ക്. ഇതിന്റെ മുകളിൽ വെക്കാം, ഇത് പുറത്തേക്ക് എടുക്കും. എടാ ഇത് ഇങ്ങോട്ടേക്ക് എടുത്തേ. ഒരു മിനിറ്റ് കൊടുക്കും. ഇത് പിടിച്ചേ. ഇതിൻ്റെ അകത്തുനിന്ന് വെള്ളം പുറത്തേക്ക് എടുത്ത്.
ശരിക്കും അന്നദാനം മഹാദാനം എന്ന് വേണം പറയാൻ. നമ്മളിന്ന് 501 പേർക്കാണ് അന്നദാനം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ചട്നിയും സാമ്പാറും കൂടുതലുണ്ടോ എന്നൊരു സംശയം. കൂടുതലുണ്ടോ? ഫുഡുണ്ടല്ലോ അല്ലേ. അവർ പറയാണ് നല്ല ഫുഡെന്ന് പറഞ്ഞു. നല്ല സൂപ്പർ ഫുഡാണ് നമ്മൾ കൊടുക്കുന്നത്. നല്ല വലിയ ഇഡ്ഡലി, വലിയ വട, 2 തരം ചട്നി, സാമ്പാർ, വെള്ളം, ഒരു കുറവും വയ്ക്കില്ല മഞ്ചരീസ് കൊടുക്കുമ്പോൾ. ഉച്ചക്കലത്തേക്ക് നമ്മൾ ചോറ്, കറി, ഉപ്പേരി, പപ്പടം, തോരൻ, അച്ചാർ, മോര്, സാമ്പാർ എല്ലാം കൊടുക്കുന്നു. വെള്ളം, ഹരേ കൃഷ്ണ. ട്രാൻസ്പോർട്ടേഷൻ ആരെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഉപകാരമായിരിക്കും. നമുക്ക് ചോദിക്കാം ട്രാൻസ്പോർട്ടേഷൻ എത്രയാവുമെന്ന്. ചോദിച്ചിട്ട് നമുക്ക് കൊടുക്കാം. ഒരുപാട് പേര് രാവിലെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് മഞ്ചരീസിലൂടെ സാധിച്ചു. ഒരൊറ്റ അന്നദാനം മതി എനിക്ക്. 100 എണ്ണം, 500 എണ്ണം, 1000 എണ്ണമൊന്നും ഞാൻ ചോദിക്കുന്നില്ല. മഞ്ചരീസ് എന്നും എന്താ പറയുക, പലതുള്ളി പെരുവെള്ളമാണ്. ഒരൊറ്റ അന്നദാനം മതി എനിക്ക് ഒരാളിൽ നിന്ന്. ഞാൻ അതിന് വേണ്ടിയാണ് ലൈവ് ഇട്ട് കാണിക്കുന്നത്. അല്ലാതെ നമുക്ക് എന്താ പറയുക, എല്ലാവരും പറയാറുണ്ട് ഫേമസ് ആവാൻ വേണ്ടിയാണ്. അതാണ് ഫേമസ് ആയാലേ നമുക്ക് കൊടുക്കാൻ പറ്റും. അല്ലാണ്ട് നമുക്കിപ്പോൾ അധ്വാനിച്ച് ദിവസവും 100 പേർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ഇതില്ലല്ലോ. തീർച്ചയായിട്ടും അബ്ദുൽക്ക മനസ്സിലാവൂല. കറക്റ്റാ, ഒന്നും മനസ്സിലാവില്ല. അങ്ങ് പറഞ്ഞത് കറക്റ്റായിക്കാം. ഞാൻ മാക്സിമം ഫേസ് കാണിക്കാതെ തന്നെ കൊടുക്കാം. അതിങ്ങനെ ഫോൺ പിടിക്കുമ്പോൾ ചിലപ്പോൾ ആയി പോകുന്നതാണ്, ക്ഷമിക്കണം. അതുപോലെ ഒത്തിരി പേര് ഇങ്ങനെ ഭക്ഷണം കഴിക്കാതെ ഇവിടെ ഇങ്ങനെ കണ്ടാൽ നല്ല നല്ല വെൽ ഡ്രസ്സൊക്കെ ആയിരിക്കും, പക്ഷെ അവരുടെ കഴിക്കാൻ കാശുണ്ടാവില്ല. അങ്ങനത്തെ അനുഭവമൊക്കെ നമ്മളെ ലൈഫിലൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയുള്ളവരും ഒക്കെ ഉണ്ട്. അപ്പം നമ്മുടെ ഇക്ക അന്വേഷിച്ച് പോയിരിക്കുകയാണ് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ വരട്ടെ, വന്ന ഉടനെ നമുക്ക് അങ്ങനെയുള്ളവർക്കും കൊടുക്കാം അല്ലേ. അസ്സലാമു അലൈക്കും അബ്ദുൽക്ക. പിന്നെ വേറെ എന്താണ്? തരാം ഒരു ചോറ് ഞങ്ങൾ കൊണ്ടുവരും. ഞങ്ങൾ ഉച്ചക്ക് ചോറ് കൊണ്ടുവരും. കൊണ്ടുവരും. ഇവിടെ ഉണ്ടാവൂലേ, ഞങ്ങൾ കൊണ്ടുവരും. പാവം, ചോറിന് അലയണ്ടല്ലോ. ഞങ്ങൾ ഒരു പാക്കറ്റ് ഇഡ്ഡലിയും കൂടെ തരാമോന്ന്. കൃഷ്ണ ഗുരുവായൂരപ്പ. എന്നും എല്ലാ ജില്ലയിലും മഞ്ചരീസിന് പ്രതിനിധീകരിച്ച് അന്നദാനം കൊടുക്കാൻ എനിക്ക് ആരെങ്കിലുമൊക്കെ കിട്ടിയാൽ ഞാൻ സന്തോഷം. പക്ഷെ അതിനുള്ള ഫണ്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ആ ഒരു വേർഡ് വല്ലാതെ ആയിപ്പോയി. മാതാജി, സാക്ഷി മാതാജി, ഹരേ കൃഷ്ണ. ക്യാൻ യു പ്ലീസ് പുട്ട് മെസ്സേജ് 9342494941 93 42 49 49 41. നമുക്ക് ഇതിലിട്ടാൽ മതി, എന്താ പറയുക, വാട്സപ്പ് മെസ്സേജ് ഇട്ടാൽ മതി. ഞാൻ ഡീറ്റെയിൽസ് തരാം മാതാജിക്ക്. അപ്പോൾ അവർ പറയാണ് ചോറിന് അലയണ്ടല്ലോ. അബ്ദുൽക്ക ചോറിന് അലയണ്ടല്ലോ എന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കിക്കുക ആ അവസ്ഥ. വല്ലാത്തൊരവസ്ഥ. ഒരു പാക്കറ്റ് ഇഡ്ഡലിയും കൂടി തരുന്ന ചോറിന് അലയണ്ടല്ലോ. നമുക്കാണെങ്കിലും ഒരു നേരം ചോറ് കഴിച്ചിട്ടില്ല എത്ര ഡിസ്റ്റർബൻസ് ഉണ്ടാവും. വളരെ കഷ്ടം. ഇതോ ഒരു അപ്പം വരുന്നു. ഞാൻ പറഞ്ഞു ഞങ്ങൾ കൊണ്ടുവരും, ഫുഡ് കൊണ്ടുവരും, ചോറ് കൊണ്ടുവരുന്നു. വരും 2 പേര്. ചട്നി ഇവരെ വിളിച്ചു.
ഞാൻ കോഴിക്കോട്. ഗുരുവായൂർ മഴയുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ കോഴിക്കോടാണ്. അതെ വെള്ളം കൊടുത്തോ. പോകാം. ഇപ്പോൾ നമ്മൾ ഫോക്കസ് മാറും. ഗുരുവായൂർ മഴ ഇന്നലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. താങ്ക് യു ബിന്ദു മാതാജി. ഇന്നലെയൊക്കെ ഉണ്ടായിരുന്നു മഴ, പക്ഷെ ഇന്ന് അത്രയ്ക്ക് എനിക്ക് തോന്നുന്നില്ല. കണ്ടോ, ഇതാണ് പുതിയ സ്റ്റാൻഡ്. കൊടുക്കാം പ്രീത മാതാജി. ഞാൻ അതിന് ഇനി എവിടെ എത്തുന്നോ അപ്പം ഞാൻ താങ്ക് യു ജയന്തി മാതാജി. അയ്യോ ജയന്തി അമ്മേ, അമ്മ ഞാനേ ഇനി എവിടെയാണ് എത്തുന്നതെന്നുള്ളത് ഞാൻ മെസ്സേജ് ഇടാം, ഗ്രൂപ്പിൽ മെസ്സേജ് ഇടാം. ഞാൻ 2 ദിവസം ഇന്ന സ്ഥലത്ത് ഉണ്ടാകുമെന്ന്. അപ്പോൾ ആ ഭാഗത്തുള്ളവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നിട്ട് നമുക്കിതുപോലെ പോയി കൊടുക്കാം. നിങ്ങളുമൊക്കെ കൊടുക്കണം, എനിക്കതാ ഇഷ്ടം. നിങ്ങളുമൊക്കെ നിങ്ങളുടെ കൈ കൊണ്ട് അന്നദാനം കൊടുക്കണം. ഞാൻ എന്താ പറയുക, മഞ്ജരീസ് എന്ന് പറയുന്നത് എനിക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഡെവലപ്പ് ചെയ്യിക്കണം. എല്ലാവരും ഡെവലപ്ഡ് ആണ്, എന്നാലും എല്ലാ കാര്യത്തിലും നല്ല ബോൾഡായിരിക്കണം. യാതൊരു വിഷമങ്ങൾ വന്നാലും തകർന്നു പോകരുത്. പ്രതിസന്ധിക്ക് മുമ്പിൽ പകച്ചു നിൽക്കരുത്. അതുപോലെ എന്താ പറയുക, നല്ല ആദർശ നീതിവാക്യമുള്ളവരായിരിക്കണം, നല്ല ദാനധർമ്മികളായിരിക്കണം, നല്ല നിഷ്ഠയുള്ളവരായിരിക്കണം. അങ്ങനെ നമ്മളെ വ്യക്തിത്വത്തെ തന്നെ നമ്മൾ മാറ്റിയെടുക്കുന്ന രീതിയിൽ കുറേ എന്താ പറയുക, ഈ തൊട്ടാവാടികളുണ്ട്, ഇവരെയൊക്കെ ഒന്ന് ബൂസ്റ്റപ്പ് ആക്കി എടുക്കുക എന്നുള്ളതും കൂടിയാണ് മഞ്ജരീസിൻ്റെ ലക്ഷ്യം. അപ്പം നിങ്ങളുമൊക്കെ പുറത്തേക്ക് ഇറങ്ങും, കൊടുക്കൂ. അതുപോലെ എപ്പോഴും ഭർത്താക്കന്മാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കാതെ നമ്മളെ കൊണ്ടാകുന്നത്, അത് ഒരു നല്ലൊരു അച്ചാറിട്ട് വിറ്റിട്ടാണെങ്കിലും കുടുംബം പുലർത്താനുള്ള ഒരു കാലിബർ നമ്മൾ നേടിയെടുക്കണം, ആർജിക്കണം നമ്മൾ. കാരണം ഭർത്താക്കന്മാരൊന്നും ഒരിക്കലും എന്താ പറയുക, അടിമകളോ ജോലി ചെയ്യുന്ന എന്താ പറയുക കൂലി തൊഴിലാളികളോ അല്ലല്ലോ. എല്ലാ ഭാരവും അവരെ തലയിലിടാൻ കുട്ടി കാര്യങ്ങളൊക്കെ നമ്മളുടെ സപ്പോർട്ടും കൂടി ഉണ്ടാകുമ്പോൾ എല്ലാം പക്കയാവും. അപ്പം ഇൻഡിവിജ്വലായിട്ട് നമ്മളെല്ലാവരും ഉയർന്നു വരണം. നിങ്ങൾക്കെല്ലാവരിലും ചേട്ടാ, ബാബു ഏട്ടാ, ബോക്സ് കൊണ്ടുവരാം. ഓ ശരി. ഉച്ചക്കലത്തെ ഫുഡ് എടുക്കുമ്പോഴേ ബോക്സ് വണ്ടിയിൽ വെക്കാം, ചോറ് പാക്ക് ചെയ്യാം. ലോട്ടറിക്കാരനോട് കഴിച്ചു. അങ്ങനെ നമ്മൾ നല്ല ബോൾഡായിട്ട് നമ്മൾ പോകണം. അതാണ് നമ്മുടെ ലക്ഷ്യം. മഞ്ജരീസ് എന്നാൽ അതാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും അന്നദാനം കൊടുക്കും. എപ്പോഴും ഇപ്പോൾ എനിക്ക് ഇങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റുമോ? അപ്പോൾ നിങ്ങളതിനൊന്ന് ഹെൽപ്പ് ചെയ്താൽ എനിക്ക് സന്തോഷമായി. അത്രയും വർക്ക് എനിക്ക് കുറച്ച് കുറഞ്ഞില്ലേ. നമ്മൾ എവിടെയൊക്കെ എത്തുന്നോ, ഏതൊക്കെ ജില്ലയിലെത്തുന്നോ അവിടെ നമ്മൾ കൊടുക്കണം. അപ്പം ഞാൻ ഇനി മുതൽ വരുമ്പം ഞാൻ ഇന്ന സ്ഥലത്തേക്കാണ് വരുന്നത് എന്ന് മെസ്സേജ് ഇടാം. അപ്പോൾ നമുക്ക് അവിടെ കൊടുക്കാൻ വേണ്ടി നമുക്ക് കൊടുക്കാം, പോരെ? അപ്പോൾ അതും ഒരു കാര്യമായി. പിന്നെ നമ്മുടെ എന്താ പറയുക, ക്ലാസ്സുകൾ ലൈവുകൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ചെയ്യണം. എന്നാലേ നമുക്ക് ദിവസവും അന്നദാനം കൊടുക്കാൻ പറ്റൂ. മാക്സിമം നമ്മുടെ ലൈവ് ഇവിടെ കുറേ ആൾക്കാരിരിക്കുന്നു. നമ്മൾ കുറേ ഷെയർ ചെയ്താൽ മാത്രമേ ബാക്കോട്ട് എടുക്കേട്ടാ. നമ്മൾ മാക്സിമം ലൈവ് ഷെയർ ചെയ്യണം. ഷെയറിങ് വളരെ കുറവാണ്. ഇപ്പോൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, നമുക്കെല്ലാം 1K ഉണ്ട്, 1000K ഉണ്ട്. സർവീസ് ഗ്രൂപ്പിൻ്റെ ഒരു വലിയൊരു സപ്പോർട്ടാണത്. അപ്പം നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. 1.2 1.3 ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല, കൊടുക്ക്. ഞങ്ങൾ കൊടുക്കുന്നു എന്നാ പറഞ്ഞത്. അല്ല, ചേട്ടൻ കഴിച്ചോ? ഫ്രീ ആണ്, കഴിച്ചോ? വേണ്ട, കഴിച്ചു. നമ്മൾ ഫുഡ് വേണമെന്ന് വെച്ചപ്പോൾ തരാം എടുക്കാം.
ആ കൊടുക്ക് വിഷ്ണു, ചൂടുണ്ടേ. അതും കൂടിയല്ലേ ഉള്ളൂ. അപ്പോൾ ചട്നി സാമ്പാറും കൂടുതലുണ്ട്, അത് നമുക്ക് തിരിച്ചു കൊടുക്കാം, അവർക്ക് വേസ്റ്റ് ചെയ്യണ്ട. 108 എണ്ണം പറഞ്ഞിട്ട് എത്രയോ അധികം വെച്ചു എന്ന്. ഇതിലുണ്ട്, ഇതിലുണ്ട്. അപ്പോൾ നമ്മുടെ രാവിലത്തെ അന്നദാനം ഇങ്ങനെ കഴിയാറായിട്ടുണ്ട്. വൈകാതെ ഒരു 12 മണിയാകുമ്പോഴേക്കും 12-12:30 ആകുമ്പോഴേക്കും ഉച്ചക്കലത്തെ അന്നദാനം വരും. 9:50 ബ്രേക്ക്ഫാസ്റ്റ് ഓൾമോസ്റ്റ് ക്ലോസ് ചെയ്യാറായിട്ടുണ്ട്. ഇനി ഉച്ചയ്ക്കുള്ള ചോറുമായിട്ട് നമ്മളെത്തും. വളരെ കുറച്ച് സമയത്തിനുള്ളിൽ ഉച്ചയ്ക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ക്ലോസ് ചെയ്യുമ്പോൾ 108 പേർക്ക് നമ്മൾ തെരുവിൽ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മജ്‌ലിസിലൂടെ കർക്കിടക വാവുബലിയോട് അനുബന്ധിച്ച് മഹാ അന്നദാനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തെരുവിലുള്ള 501 പേർക്കാണ് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത്. അതിൽ പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ ഒന്നുമില്ല, അല്ലെങ്കിൽ ജാതിയോ മതമോ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ 501 പേരുടെ കോൺട്രിബ്യൂഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ഫുഡാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതേ ഒരാൾ അവിടെ 2-3 പേര്. അവിടെ വിഷ്ണു ആളാകെ മാറിപ്പോയില്ല. നല്ല സ്റ്റൈൽ ബേബി ആയിട്ട്. നമസ്കാരം. ഓഹോ, എൻ്റെ സഞ്ജൂട്ടൻ്റെ സ്റ്റൈലാണെന്ന്. അവൻ വന്ന് ഇവനെ ബ്രെയിൻ വാഷ് ചെയ്ത്. വിഷ്ണുവേട്ടൻ ഇങ്ങനെ ചെറിയ ഷർട്ടും ടൈറ്റ് പാൻറ്റൊക്കെ ഇട്ട് നടക്കരുത്, ഇതൊക്കെ മാറി. ഇപ്പം മമ്മി പറയുന്ന പോലെ ഒന്നും കേൾക്കണ്ട, നമുക്കിങ്ങനെ യോയോ ആയിട്ട് നടക്കാം, ലൂസ് ഷർട്ട് ലൂസ് പാൻറ്റ് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് മാറ്റിയെടുത്തിട്ടാണ് അളിയൻ പോയേക്കുന്നത് ബാംഗ്ലൂർക്ക്. എന്നോട് പറയാം, മമ്മി വെറുതെ അതിനെക്കൊണ്ട് ഇനി ചെറിയ ഷർട്ടൊന്നും ഇരിക്കരുത് കേട്ടോ, ഇങ്ങനെ ലൂസ് ഷർട്ടൊക്കെ ഇടിച്ചിട്ട് നടത്താമെന്നൊക്കെ പറഞ്ഞ് അവൻ്റെ ഷർട്ടൊക്കെ എടുത്തു കൊടുത്തിട്ടാണ് പോയി കൊടുത്തിരിക്കുന്നത്. അതെ, ബ്രേക്ക്ഫാസ്റ്റാണ്. നല്ലൊരു ക്ഷേത്രമാണടാ, മഹാദേവ ക്ഷേത്രം, പുതിയമ്പലം എന്ന് പറയും. നല്ല പവർഫുള്ളാണില്ല. നിങ്ങൾക്ക് വിശക്കുണ്ടോ? നിങ്ങളും പാവങ്ങളല്ല, അവരും പാവങ്ങളല്ലേ എന്നൊന്നും. ഇവിടെ ഒരു ഇതുണ്ട്, ഫുട്ബോൾ കോർട്ടുണ്ട്. ഞാനിപ്പോൾ അതാ ആലോചിച്ചത്. പണ്ട് 6ലോ മറ്റോ പഠിക്കുമ്പം സഞ്ജുവിന് അവിടെ ഫുട്ബോളിൻ്റെ മത്സരം ഇതല്ല, ഇങ്ങനെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് സെലക്ഷന് വന്നു. അങ്ങനെ രാവിലെ മുതലേ വന്നിരിക്കുക, 2-3 റൗണ്ട് ഓടിയും ചാടിയും എല്ലാം കൂടിയായി. വൈകുന്നേരം ആയപ്പോഴേക്കും പുള്ളി സെലക്ട് ആയില്ല. സെലക്ട് ആവാതെ ആയപ്പോൾ അവൻ്റെ പേരും ഇല്ല അതിൽ. ഭയങ്കരമായിട്ട് കരഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞേ, അയ്യേ ഇപ്പം നീ കരയുന്നത് എന്തിനു വേണ്ടിയാ? വേസ്റ്റാണ്. ഇവിടുന്ന് നീ മത്സരിക്കണം, മത്സരിച്ചേ പറ്റൂ. നാളെ
കോഴിക്കോട് ജില്ലയെ പ്രതിനിധീകരിച്ച് നീ കളിക്കും, യാതൊരു സംശയമില്ല എന്ന് പറഞ്ഞു. പുള്ളി അന്ന് തൊട്ട് ശ്രമിച്ചു. അപ്പം ഞാനിനി കരയണ്ടല്ലേ മമ്മി, ഞാൻ പറഞ്ഞു കരയണ്ട, നീ വാ നമുക്ക് അടുത്ത വഴി നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ പുള്ളിയെ എന്നും ഞാൻ പ്രാക്ടീസിന് കൊണ്ടുപോയി. രാവിലെ 5 മണിക്ക് അവിടുന്ന് കോഴിക്കോട് ബീച്ചിലും കൊണ്ടുപോയി. ഇന്ന് പുള്ളി ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, എത്രയോ വട്ടം കോഴിക്കോട് സോക്കർ അക്കാഡമിക്ക് വേണ്ടിയിട്ട് കോഴിക്കോട് ജില്ലയെ പ്രതിനിധീകരിച്ച് ഫുട്ബോൾ കളിച്ചു. നമ്മുടെ കൊച്ചിയിൽ നടന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അവരുടെ ആ അണ്ടർ സെഗ്മെൻറ്റിൻ്റെ കളിക്ക് പങ്കെടുത്തു. ഞാനതൊക്കെ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. ഇന്ന് അവൻ ബാംഗ്ലൂരിലേക്ക് ഒറ്റയ്ക്ക് പോയി പഠിക്കാൻ പാകത്തിൽ വളർന്നു. ആ ഒരു 5ാം ക്ലാസ്സുകാരനിൽ നിന്ന് നമ്മൾ കൊടുക്കുന്ന ആ ഒരു സപ്പോർട്ട്, ആ ഒരു ധൈര്യം അല്ലേ. ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ. അറിയണ്ട, അയ്യോ എനിക്കാണ് ഈ ഫുട്ബോൾ ഒന്നും അറിയത്തില്ല. ഒരു കോളും ഉണ്ട്, അതിൻ്റെ പിന്നാലെ കുറേ ആൾക്കാരും ഉണ്ട്. ഞാൻ അങ്ങനെയാണ്. പക്ഷേ ഇവിടെ ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു ക്രേസാണ്. ആ ഒരു എന്താ പറയുക, ഗെയിമിലൂടെയൊക്കെ അവൻ്റെ മാർക്കുകൾ സ്കോർ ചെയ്യാനും ഇപ്പോഴും അത് ആ ഒരു ഗ്രൂപ്പിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ബാംഗ്ലൂർ ഇപ്പോൾ ചേർത്തിയപ്പോഴും അതിനും ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. നമ്മളെപ്പോഴും എന്താ പറയുക, എവിടെയാണോ തളർന്നു പോകുന്നത് അവിടെ നിന്നാണ് ഉയരേണ്ടത്. നമ്മൾ ഉയർന്നു നിൽക്കുമ്പോൾ ആ നിൽക്കുന്നതിൻ്റെ വാല്യൂ മനസ്സിലാവില്ല. തളരുമ്പോഴേ ഉയർച്ചയുടെ വലിപ്പം നമുക്കറിയും. ആ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. ഓക്കെ, ആ ഇട്ടേക്കാം അമ്മ, ഇട്ടേക്കാം. ഓട്ടോ ചാർജ് ഞാൻ ചോദിച്ചിട്ട് ഇട്ടേക്കാം. ജയന്തിയമ്മയും അച്ഛനും പുതിയ വീട് വെച്ചു. എന്നിട്ട് നമ്മളാരെയും വിളിച്ചില്ലല്ലോ അല്ലേ. വീട് വെച്ചിട്ട് ഫങ്ഷനൊന്നും നടത്തിയില്ല. അതുകൊണ്ടാണ് അവർ ഫങ്ഷൻസും എല്ലാം അവോയ്ഡ് ചെയ്തു. അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ടാന്ന് പറഞ്ഞു. ലളിത ജീവിതം, ഉയർന്ന ചിന്താഗതി. ഫുട്ബോൾ എന്നാൽ എൻ്റെ ജീവനാണ്. താങ്ക്സ്. ഓക്കെ, അത് കുറച്ച് മുന്നോട്ടേക്ക് പോയാൽ അതെ അവിടെ ഒരാൾ കിടക്കുന്നുണ്ട്. പാവായിക്ക പോയിട്ട് എല്ലാവരോടും പറയുന്നുണ്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ട് എന്നേ. എല്ലാവരെയും വിളിച്ചെടുത്തോണ്ട് വരുന്നു നമ്മുടെ ഓട്ടക്കാരൻ ചേട്ടനെ. എല്ലാവരെയും വിളിച്ചു കൊണ്ടുവരിക, ഭക്ഷണം കൊടുക്കുന്നുണ്ട് വാങ്ങിച്ചോ എന്നും പറഞ്ഞു. മോനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ നന്നായിരിക്കും. സാമ്പാർ എടുത്തോ, നേട്ടെ ഇപ്പുറത്ത് പോരെ ഇവിടുന്ന് എടുത്തരാം. ഇത് എപ്പോൾ വരാട്ടെ, എപ്പോൾ വരാം. ഈ ഭക്ഷണം ഒന്ന് കൊടുത്തേട്ടെ. ഇതേ വരുവാ ഓൻ്റെ അമ്മേ. വണ്ടി ഇട്ടപ്പോഴേക്ക് വേഗം കൊടുത്തേ. ഇപ്പം മാറ്റാട്ടേട്ടാ, ഇപ്പം മാറ്റാം. വേഗമേ കൊടുക്കത്തില്ല. ബോർഡ് ഇറക്കാണല്ലേ. മുകളിൽ ബോർഡ് ഇറക്കാൻ നിൽക്കാം. വണ്ടി ഇച്ചിരി മുന്നോട്ടിടാം. മുകളിൽ ബോർഡ് ഇറക്കാന്ന് കഴിഞ്ഞ വഹാബ്ക്ക പറഞ്ഞത് നല്ലൊരു കാര്യമാണ്, അവരുടെ മുഖം കാണിക്കേണ്ടത്. അപ്പം മാക്സിമം ഞാനത് അവോയ്ഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കഴിഞ്ഞ
എത്ര പേരാ തെരുവിൽ വിശന്നിരിക്കണേ നോക്കിക്കേ. ഇതേ ആ ഭാഗത്തുണ്ട് കുറച്ച് ആൾക്കാർ. ഒരു കുട്ടീനെയും കൊണ്ട് അവർ നടക്കണം. നോക്കിക്കേടാ ആരാ. ചട്നിയാണ് കയ്യിൽ മൊത്തം. ഇപ്പം നമ്മൾ എവിടെ എത്തിയെന്നറിയാം. നമ്മള് മാരിയമ്മൻ കോവിൽ. അത് തന്നെ സീതാമാതാജിയുടെ മോൻ ഇനിയും കയറി വരും. യാതൊരു സംശയം വേണ്ട, അവൻ ഇനിയും കയറി വരും. അവനെ കൊണ്ട് കയറാൻ പറ്റും. എൻ്റെ നമ്പർ കൊടുക്കും മാതാജി, അവനെ വിളിക്കാൻ പറയും, നമ്മൾ കയറ്റി വിടും, ഉറപ്പാ. അതെ, ഇത്ര പേര് വിശന്നിരിക്കുകയായിരുന്നു. ആലോചിച്ചെത്തിക്കും, ഇത്ര നേരമായിട്ടും വിശന്നിരിക്കുകയായിരുന്നു. അവർക്കൊക്കെ നമ്മൾ ഭക്ഷണം കൊടുത്തില്ലേ, അതിലും വലിയൊരു സന്തോഷം എന്താ ഉള്ളത്? എത്ര പേർക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കും. ഇതാ വിഷ്ണു കൊണ്ട കൊടുക്കും. ഇതേ ആ ചേട്ടന്മാർ വരുന്നുണ്ട്. ഇവിടെ നിർത്തിക്കേട്ടോ. ഓടി വരുന്നുണ്ട്. അന്ത പക്കമാകാം. സെറ്റായിട്ട് കൊടുക്കും. പൈസ എല്ലാം പോയിട്ട് വെള്ളം കൊടുക്ക. ആൾക്കാരാടെ ഭക്ഷണം കഴിക്കാതിരിക്കുന്നു. എല്ലാവരും അന്നദാനത്തിന് സപ്പോർട്ട് ചെയ്യൂ കേട്ടോ. ഇതിനേക്കാൾ വലിയൊരു അനുഗ്രഹം വേറെ ഇല്ല. എത്ര പേരാ കഴിക്കണേ നോക്കിക്കേ. ഈ വെള്ളയിലേക്ക് വെച്ചു കൊടുക്കും. ഇനി എത്ര ഫുഡ് ഉണ്ട്? ഇനി 8 എണ്ണം ഉണ്ടോ? 100 എണ്ണം കൊടുത്തു നമ്മൾ. ഇനി 8 എണ്ണം കൂടി ഉണ്ട്. വെള്ളം എത്ര എണ്ണം ഉണ്ട്? കഴിഞ്ഞോ? ഹരേ കൃഷ്ണ. ഇനി 8 ഭക്ഷണം കൂടി കൊടുത്താൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. 8 ഭക്ഷണം കൂടി കൊടുത്താൽ 108 പേരുടെ അന്നദാനം കഴിഞ്ഞു. എല്ലാവരും ഹാപ്പി ആയോ? ഇനി നമ്മൾ 12:30 മണിയാകുമ്പോൾ ചോറും കൊണ്ടിറങ്ങും. ഓക്കെ, തീർച്ചയായിട്ടും മഴയില്ലാത്തതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ലാതെ കൊടുക്കാൻ പറ്റി. ഒരുപാട് സന്തോഷം തോന്നുന്ന നിമിഷങ്ങളിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ മഞ്ജലീസ് ഇപ്പം കടന്നു പോകുന്നത്. ബാഹുബലിയോടനുബന്ധിച്ച് മഹാ അന്നദാനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 501 അന്നദാനമാണ് നമ്മൾ തെരുവിൽ കൊടുക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും സപ്പോർട്ടും
നിങ്ങളുടെ ഷെയറിങ്, നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ കരുതൽ, പല പ്രതിസന്ധികളിലൂടെ മഞ്ജരീസ് കടന്നു പോയപ്പോഴും അടിപതറാതെ നിങ്ങളുടെ നിന്ന ആ ഒരു മനസ്ഥിതി, ഉറച്ച മനസ്ഥിതി, ഇതൊക്കെയാണ് മഞ്ജരീസ് ഇത്രയും ചെയ്യാൻ കാരണമായത്. എന്നും ആ നന്മയുള്ള മനസ്സിന് ഞാൻ എന്നും എന്താ പറയുക, ഒരുപാട് നന്ദി പറയാണ്. എന്നും ബിസി തന്നെ, ഇന്നത്തെ ഒരു ദിവസമൊന്നുമില്ല, എപ്പോഴും എന്തെങ്കിലുമൊക്കെ ജോലി കാണും. അവിടെ കൊടുത്താണോ ചേട്ടാ? ആ സൈഡിൽ കുറേ പേര് കിടപ്പുണ്ടായിരുന്നു. ആണോ? ഇനി ഒരു 8 ഭക്ഷണം കൂടി നമുക്ക് ഉടനെ കൊടുക്കാം. എനിക്ക് ഒരുപാട് ഹാപ്പിയാണ് ഇത്രയും ഫുഡ് തെരുവിൽ കൊടുക്കാൻ പറ്റിയതിൽ. 501 ഫുഡാണ് നമ്മൾ കൊടുക്കുന്നത് ഇന്നും നാളെയായിട്ട്. ഇവർക്ക് കൊടുത്തതാ. ആ, ഇവർക്ക് നേരത്തെ 2 എണ്ണം കൊടുത്തതാ. ഇവിടെ കൊടുത്തില്ല. ഇല്ല. ചേട്ടാ ഭക്ഷണം വേണോ? ആ വേണം. അവരിനിയും വരും. ഇഡ്ലി, വട, സാമ്പാർ, ചട്നി വേണം. ആ, എനിക്ക് ഒരു മിനിറ്റ്. സാമ്പാർ ആ കൊടുത്തത്. ആ ഇവർക്ക് തന്നെ கொஞ்ச நேரம் முன்னாடி கொடுத்தல்லம்மா உங்களுக்கு. ചേട്ടാ സാമ്പാർ കൊടുക്ക് കഴിക്കട്ടെ. ഇനി എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം. ഇനി ഒന്ന് വേണമാ? ആ, ഇത് അവർക്ക് കൊടുത്തോ. ചേട്ടാ ഒരു സെറ്റും കൂടെ ഉണ്ട്, തരട്ടെ? വരൂ കഴിഞ്ഞു. ആ ചേട്ടനോ സാമ്പാറുണ്ടോ? കൊടുക്കും. ഇനിയുണ്ടോ സാമ്പാർ? അപ്പോൾ കറക്റ്റായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ബോക്സ് അവിടെ കൊടുത്തിട്ട് പോയേട്ടാ. ഹരേ കൃഷ്ണ. അപ്പോൾ നമ്മുടെ 108 അന്നദാനം കഴിഞ്ഞു. രാവിലത്തെ എത്ര പേരാണ് വിശന്നിരിക്കുന്നത്? കറക്റ്റായിരുന്നു. സാമ്പാർ, ചട്നി, വെള്ളം, ഇഡ്ഡലി, വട എല്ലാം കറക്റ്റായിരുന്നു. ഇനി നമ്മൾ കൃത്യം 12:30 മണിയാവുമ്പോൾ ഉച്ചഭക്ഷണമായിട്ട് ഇറങ്ങും. അപ്പം 501 പേരുടെ ഭക്ഷണം ഇന്നും നാളെയായിട്ട് കൊടുക്കുകയാണ്. മാക്സിമം ലൈവ് ഷെയർ ചെയ്യുക. മഹാ അന്നദാനം നടന്നുകൊണ്ടിരിക്കുകയാണ് മഞ്ജരീസിലൂടെ. കർക്കിടക വാവുബലി പ്രമാണിച്ച് ഓണം വിഷു ഒക്കെ വരുമ്പോൾ നമുക്ക് 1001 ഭക്ഷണം വെച്ച് കൊടുക്കണം. ഓക്കെ, ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. അപ്പോൾ എല്ലാവരും പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചോളൂ. എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും നന്മയും ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ. ഇനി ഉച്ചയ്ക്ക് കാണാം.